ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വന്നത് ഓയിൽച്ചയാണ്. നമ്മൾ പീടിയിൽ നിന്നെല്ലാം ചെറിയ ചെറിയ പാക്കറ്റ് കിട്ടുന്ന ഓയിൽച്ച നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇന്ന് പറയാൻ വന്നത്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. ആദ്യം നമുക്ക് അണ്ടിപ്പഴം എടുക്കാം, അതായത് കശുവണ്ടി. ഞാനൊക്കെ അണ്ടിപ്പഴം എന്നാണ് പറയാറ്, നമ്മുടെ നാട്ടിൽ അണ്ടിപ്പഴം എന്ന് നമ്മൾ പറയാറ്. അപ്പോൾ അത് ഫസ്റ്റ് നമുക്ക് അതിൻ്റെ നീരെടുക്കാം. പിന്നെ നീരെടുത്തിട്ടാവും കശുവണ്ടിയുടെ നീര് ആ ചട്ടിയിൽ വെച്ചിട്ട് അതിൽ തന്നെ വെല്ലമില്ല, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെല്ലം ഇട്ട് കൊടുക്കാം. ഞാൻ 2 കഷ്ണം ഇട്ടത്. എന്നിട്ട് അത് നമ്മൾ മെൽട്ടാവില്ലേ, മെൽട്ടാകുന്ന വരെ നമുക്ക് ഇളക്കിക്കൊണ്ട് നിൽക്കണം. നല്ലോണം നമ്മൾ ഇതാക്കി കൊടുക്കണം. ഇത് നല്ലോണം പതമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അത് ഒരു കട്ടിയാവും നമുക്ക് ഈച്ച് വെക്കാം. എന്നിട്ട് ഒരു നല്ല കഷ്ണത്തിലേക്ക് നമുക്ക് ഒഴിച്ച് വെക്കാം. റെഡിയായി ഗൈസ് നമ്മുടെ ഓയിൽച്ച. അപ്പം നമുക്ക് ഇതിൻ്റെ ചൂട് മാറിയിട്ട് 5-10 മിനിറ്റെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ഓയിൽച്ചയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക ഗൈസ്. ബൈ ബൈ.